മച്ചാമാരെ നമസ്കാരം. വണ്ടിക്കാരനാണേ. ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളെ കണ്ണൂർ മടപ്പുര എന്ന് പറയും. മടപ്പുര എന്ന് വെച്ചാൽ ഈ പറശ്ശിനിക്കടവ് എന്ന് കേട്ടിക്കും എല്ലാവരും. അപ്പോൾ അവിടെയുള്ള അപ്പോൾ ഇന്ന് പറശ്ശിനിക്കടവിലെ കുറച്ച് വിശേഷങ്ങളായിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാം. പറശ്ശിനിക്കടവ് അമ്പലം കാണാത്ത ആൾക്കാരും പിന്നെ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും പറശ്ശിനിക്കടവിനെ പറ്റി കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ വെച്ചിട്ട് കേട്ടോ. അധികം ഓവർന്നാക്കുന്നില്ല, ചെറിയ രീതിയിലുള്ള വീഡിയോ കേട്ടോ. അതിപ്പോൾ വണ്ടി കൊണ്ട് എത്തിക്കുള്ളൂ. നമ്മളെ വണ്ടി അത് അപ്പുറം കിടക്കുന്നുണ്ട് ഉണ്ടോ, ആ ട്രാവലറിൻ്റെ അപ്പുറത്ത്. ഞാൻ പാർക്കിങ്ങിലാണ്. അപ്പോൾ ഞാൻ പാർക്കിങ്ങിൽ നേരെ ഇനി അമ്പലത്തിന് അങ്ങോട്ടേക്ക് പോട്ടെ. ബാക്കി വിശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ അമ്പലത്തിൻ്റെ കവാടം ഫ്രണ്ടേജ്. ഇവിടെ നമ്മളെ എന്താ പറയുക, ഒരുപാട് ഷോപ്പും കാര്യങ്ങളും. പിന്നെ ഇന്ന് നല്ല തിരക്കാട്ടോ. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഒക്ടോബർ 2-ാം തീയതി അല്ലേ, അപ്പം വർക്കിംഗ് ഡേ അല്ലല്ലോ, നല്ല ലീവാനെക്കൊണ്ട് ഇവിടെ നിന്ന് നല്ലോണം തിരക്കാണ്, നല്ലോണം ആൾക്കാരുണ്ട്. ഷോപ്പിൽ കണ്ടിക്കില്ല. ഷോപ്പ് എന്നൊക്കെ വെച്ചാൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാണ്ട് ആരും പോകില്ല. കാരണം ഷോപ്പിലൊക്കെ നല്ല ആൾക്കാരാണ്, ഒരുപാട് കച്ചവടവും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. കാരണം ഇന്ന് നല്ലോണം അത്രയും ആളുണ്ട്. കാരണം എന്താ ഇപ്പോൾ പറയുക, തിരക്കോട് തിരക്കാണ് അമ്പലത്തിൽ. ഇപ്പോൾ കണ്ടില്ലേ, കവാടത്തിന് മുന്നേ തന്നെ കണ്ടില്ലേ, എല്ലാവരും അങ്ങോട്ട് തൊഴുത് വരുന്ന ആൾക്കാർ, പിന്നെ അങ്ങോട്ട് പോകുന്ന ആൾക്കാർ. പിന്നെ ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ എന്താ വെച്ചാൽ ഈ ചോറൂണും കാര്യങ്ങളും ഒക്കെ കൂടുതലായിട്ടുള്ളൊരു ദിവസമായിരിക്കും ഈ ഓഫ് ഡേ, അതായത് ഞായറാഴ്ചകളിൽ. ഞാൻ നേരെ ഉള്ളിക്കയറി ഈ പ്രസാദ കൗണ്ടറുണ്ട്. പറശ്ശിനിക്കടവ് പ്രസാദം എന്ന് വെച്ചാൽ ഇതാണ്. ഇത് നമ്മളെ പയറും അതിൻ്റെ ഇപ്പോൾ ഒരു തേങ്ങേൻ്റെ പൂളും ഉണ്ടാവും, പിന്നെ ഒരു ഗ്ലാസ് ചായ. പറശ്ശിനിക്കടവ് വന്ന ആൾക്കാർ ഇത് കഴിക്കാണ്ട് പോകില്ല. ഈ പ്രസാദം അത് കഴിക്കുന്ന നേരം എന്താ വെച്ചാൽ ഈ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. പറശ്ശിനിക്കടവ് വന്നിട്ട് ഈ ഒരു പ്രസാദം കഴിക്കുക വെച്ചാൽ, ഞാനും ക്യൂരിൽ നിന്ന് അപ്പോൾ എനിക്കും കിട്ടി. നേരെ ഒരു മേശയുണ്ട്, ആണുങ്ങൾക്ക് വേറെ കേട്ടോ കഴിക്കാനുള്ള സ്ഥലം, പെണ്ണുങ്ങൾക്ക് വേറെയാണ്. അപ്പം ഞാൻ നേരെ പ്രസാദം വാങ്ങി ഇപ്പുറം പോയി കുത്തുന്നു. കണ്ട ചെറിയ മക്കളൊക്കെ കഴിക്കുന്നത്. ഇത് ആണുങ്ങൾക്ക് മാത്രമുള്ളതാണ്. ആണുങ്ങളുടെ ഭാഗ്യത്തിൽ നിന്ന് കുറച്ച് തിരക്ക് കുറവുണ്ട്. സ്ത്രീകളെ ഇതിൽ ഭയങ്കര തിരക്കാണ്. പിന്നെ ഓരോ ചായ ഉണ്ട്, നമുക്ക് തായൊക്കെ ഉണ്ടല്ലേ ഞങ്ങളുടെ ആൾക്കാർ. ഇത് പിന്നെ ചോറൂണിൻ്റെ കൗണ്ടർ കണ്ട. ഇവിടെ ചോറൂണാണ് മെയിൻ നടക്കുന്നത് കൂടുതലായിട്ട്. മക്കളെ ചോറ് കൊടുക്കൽ ചടങ്ങ് മെയിൻ ഇവിടുന്ന്. പിന്നെ അത് അമ്പലത്തിൻ്റെ ഫ്രണ്ടേജ് കണ്ടില്ലേ. ഈ ഫോട്ടോ കാണാത്ത ആൾക്കാരുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ പറശ്ശിനിക്കടവ് അത്രയും ഫേമസ് ആണല്ലോ. ജാതി മതം അങ്ങനത്തെ ഒരു പ്രശ്നമല്ലേ പറശ്ശിനിക്കടവ്. ഏത് മതക്കാർക്കും പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാൻ വരാമെന്നാണ് ചരിത്രം. പിന്നെ അതവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോട്ടിങ് എന്നൊക്കെ വെച്ചാൽ നല്ല അടിപൊളി സെറ്റപ്പ്, പല ടൈപ്പിലുള്ള ബോട്ടുണ്ട്. അത് തന്നെ സർക്കാരിൻ്റെ ഒരു ബോട്ട് സർവീസ് ഉണ്ട്. ഈ മുത്തപ്പൻ്റെ അമ്പലത്തിൻ്റെ മുന്നിൽ നല്ല വലിയ പുഴയാണല്ലോ, അപ്പോൾ അവിടെ നിന്നുള്ള ബോട്ടിങ് പല ടൈപ്പിലുള്ള ബോട്ടിങ്ങൊക്കെയാണ്. പിന്നെ ബോട്ടിങ്ങിലൊക്കെ ഇഷ്ടംപോലെ ആളുണ്ട് കേട്ടോ. രാവിലെ തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ എടുക്കുന്ന ഒരു 8:45 ഉണ്ടാവും. പിന്നെ നമ്മൾ ഊട്ടുപോരാന്ന് വെച്ചാൽ ഇവിടെ എല്ലാ ദിവസവും ഭക്ഷണമാണ്. ഭക്ഷണം എന്ന് വെച്ചാൽ അടിപൊളി ഭക്ഷണമാണ്. ഇപ്പോൾ മുത്തപ്പനെ കാണാത്ത ആൾക്കാരൊന്നും മുത്തപ്പനെ കണ്ടോ വിചാരിച്ചിട്ടാണ് ഫോട്ടോ ഇട്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചിറങ്ങി. അതിൽ ചെറിയൊരു വീഡിയോ ആക്കിക്കുള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഈ അടുത്ത യാത്രയിൽ വേറെ വീഡിയോ വരും കേട്ടോ.